ഹലോ ഗായ്സ്, അപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷം സെഡ് കോറിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഗായ്സ്, നമ്മളിന്ന് ഇവിടെ അടുത്തുള്ള ഒരു കാർ ഷോറൂമിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം കാർ ഷോറൂം വന്നെന്തിനാണ് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മളൊരു പുതിയ കാർ എടുത്തിട്ടുണ്ട്. അതിന് ഡെലിവറിയാണ്. അപ്പം കാറകത്ത് റെഡിയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് നേരെ ചെന്നിട്ട് ബാക്കി പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം നമ്മുടെ കാറ് അവിടെ കിടപ്പുണ്ട്, നിങ്ങൾ കണ്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിവിടെ വന്നിട്ട് കീ വാങ്ങണം. ഇത് നമുക്ക് നമ്മുടെ കാർ ഏതാണെന്ന് കാണാം. അപ്പോൾ ഗൈസ്, നിങ്ങളെന്തായാലും പോയി കാർ ഏതാണെന്ന് കണ്ടിട്ട് വാ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ വണ്ടി. നമുക്ക് വണ്ടി അൺലോക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറാം. ഓക്കെ, നമ്മുടെ ഹസാർഡ് ലൈറ്റൊക്കെ ഓണാണ്. അപ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗിയറിട്ടിട്ട് ഇനി വണ്ടി പുറത്തോട്ട് എടുക്കാൻ പതിക്കെ. ഇതാണ് നമ്മുടെ പുതിയ വണ്ടി. നമ്പർ പ്ലേറ്റ് ഒന്നും ആയിട്ടില്ല, ടെമ്പററി നമ്പർ പ്ലേറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ കുറച്ച് ഷോറൂം ആക്സസറീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ അടുത്തൊരു പമ്പ് ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം ഗൈസ്. കണ്ണോട് കണ്ണോട് കണ്ണോരമായി, കാതോട് കാതോട് കാതോരമായി, നെഞ്ചോട് നെഞ്ചോട് നെഞ്ചോരമായി നിറയെ. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി നമ്മൾ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ പാർക്ക് ചെയ്യാം. നമുക്ക് വണ്ടിയുടെ ലുക്കൊന്ന് കാണണം ഗൈസ്. അപ്പം ഞാനാണ് ഈ വണ്ടിയിൽ ഇങ്ങനെയല്ല ശരിക്കും ഈ വണ്ടി ഒറിജിനലി. നമ്മൾ കുറച്ച് ഷോറൂം ആക്സസറീസൊക്കെ ചെയ്തപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് ആകെ അങ്ങ് മാറി. അപ്പം ഞാൻ ശരിക്കും ഒന്ന് കണ്ടിട്ടില്ല അതുവരെ. അപ്പം അലോയ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്, ഷോറൂമിൽ തന്നെ ചെയ്തതാണ്. അപ്പം പിന്നെ ഗ്രാഫിക്സ് അങ്ങനെ ഒരു പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നല്ല, ഇപ്പം നമ്മൾ ജസ്റ്റ് ഷോറൂമിൽ ഒരു ലുക്കിന് വേണ്ടി ചെയ്തതേ ഉള്ളൂ. എക്സോസ്റ്റ് കുറച്ച് ട്യൂണിങ് അങ്ങനത്തെ കുറച്ച് പരിപാടിയും അത് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അത് നമ്മുടെ നമ്പർ പ്ലേറ്റ് അതും നമ്മളിതിൻ്റെ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പെട്രോൾ പമ്പിലോട്ട് പോകാം. അത്യാവശ്യം പെട്രോൾ ഉണ്ട്. അപ്പം നമ്മളിതിൻ്റെ പെട്രോൾ ഫുള്ളാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം കുറച്ചുകൂടി അടിച്ച് ചിലപ്പോൾ ഫുള്ളാകണ്ട, ഫുള്ളല്ല കുറച്ച് കുറവുണ്ട്. അപ്പോൾ അവിടെ അടിച്ച് നമ്മൾ ഫുള്ളാക്കിയതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ നാട്ടിലോട്ട് പോകണം. അവിടെ നമ്മുടെ ഗാരേജിലോട്ടാണ് നമ്മൾ ഈ വണ്ടി കൊണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ല, എൻ്റെ ഗാരേജിൽ ഇതുവരെ ഏകദേശം ഒരു 12 വണ്ടികളുണ്ട്. ഇത് നമ്മുടെ 12ാമത്തെ വണ്ടിയാണ് ഗൈസ്. ബാക്കിയുള്ള എല്ലാ വണ്ടി നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെയാണ് പെട്രോൾ പമ്പ്. നമ്മൾ ഓക്കെ, ഇവിടേക്ക് നേരെ കയറിയിട്ട് നമുക്ക് കുറച്ച് പെട്രോൾ അടിച്ച് പെട്രോൾ ഫില്ല് ചെയ്യാം. അപ്പം അത്യാവശ്യം ഫ്യൂൽ ഉണ്ട്, കാരണം പുതിയ വണ്ടിയല്ലേ, അതൊന്നും ഓടി കാണത്തില്ല. നമ്മളൊരു 50 രൂപയ്ക്ക് ഇവിടെ അടിച്ച് 3000 അതിന് മാത്രം പൈസ നമ്മുടെ ഇല്ല. അപ്പം നമ്മൾ 50 റുപ്പീസിന് അടിച്ചു. നമ്മൾ നേരെ വണ്ടി അടിച്ച് വിടാൻ പോവുകയാണ്. അപ്പുറത്തോടെ ഒന്ന് സൈഡാക്കാം, എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ കുറച്ച് എക്സസറീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഷോറൂമിൽ നമ്മുടെ ഗാരേജിൽ ഇപ്പോൾ കിടക്കുന്ന എല്ലാ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്ത വണ്ടികളാണ്. അപ്പോൾ നമ്മളടുത്തൊരു BMW ഉണ്ടായിരുന്നു, ഒരു 340i. അപ്പം അത് നമ്മൾ സോൾഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി വാങ്ങിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഇൻറ്റീരിയറും കൂടി നമുക്കൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ മുന്നേ നമ്മൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ കസ്റ്റം ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇൻറ്റീരിയറിൽ കാര്യമായിട്ടുള്ള ഫീച്ചേഴ്സൊന്നുമില്ല. ഒരു ചെറിയൊരു സ്ക്രീൻ വരുന്നുണ്ട്. ഈ സ്ക്രീൻ നമ്മൾ മാറ്റിയിട്ട് ആൻഡ്രോയിഡ് സ്ക്രീൻ ആക്കണം. പിന്നെ ഈ വണ്ടീൻ്റെ അകത്ത് റിവേഴ്സ് ക്യാമറ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 360 ക്യാമറ അങ്ങനത്തെ പരിപാടികൾക്ക് ആംബിയൻ ലൈറ്റ് അതൊക്കെ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ്, ബേസിക് സ്റ്റിയറിംഗ് വീലാണ്. ഇതിൻ്റെ ഒരു കാർബൺ ഫൈബർ മോഡൽ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്, കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യും. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നമ്മൾ വണ്ടിയിൽ ബാക്കിൽ നമ്മൾ സെഡ് കോൺ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഷോറൂമിൽ തന്നെ ചെയ്യിച്ചതാണ്. ഈ അലോയ്സും വാങ്ങിയ സമയത്തും ഇങ്ങനെ അല്ലായിരുന്നു, നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഡ്യുവൽ ടോണിലെ. അപ്പോൾ എത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.